കഴിഞ്ഞ ദിവസം പാലക്കാട് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീ സുരക്ഷയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞു. അപ്പം പറഞ്ഞത് എന്തോ ആകട്ടെ, പക്ഷെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പോസ്റ്റ് വന്നിരുന്നു. അതായത് താങ്കൾക്ക് സ്ത്രീ സുരക്ഷയെ പറ്റി പറയാൻ എന്താണ് യോഗ്യത എന്നൊരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ത് യോഗ്യതയാണ് സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറയാനുള്ളത്? നമ്മൾ നോക്കുമ്പോഴേ ഇവർ രണ്ടുപേർക്കും ഒരു യോഗ്യതയില്ലെന്ന് കാണേണ്ടി വരും. കാര്യം ആദ്യം പ്രധാനമന്ത്രിയെ കുറിച്ച് പറയാം. പ്രധാനമന്ത്രി എന്ത് അർത്ഥത്തിലാണ് സ്ത്രീ സുരക്ഷയെ കുറിച്ച് പ്രസംഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം ചിന്തിക്കാം. ഇപ്പൊ രാഹുലിന്റെ ഇതിലൂടെ തന്നെ പോയി കഴിഞ്ഞാൽ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണുക. ഈ പറയുന്ന പോലെ എത്രയോ അധികം പെൺകുട്ടികൾ ഇന്ന് കശാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ മാനരക്ഷാ കൊലപാതകങ്ങൾ പോലെയുള്ള പല കൊലപാതകങ്ങൾ ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് നടപ്പിലാവുന്നുണ്ട്. ഈ നടപ്പിലാവുമ്പോഴും നമ്മളുടെ എല്ലാം ലക്ഷ്യം അല്ലെങ്കിൽ ശരിക്കും നമ്മൾ ഇതിനൊരു പരിഹാരം കാണേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരിൽ എന്ത് പരിഹാരം കാണേണ്ടി വരും. ഇപ്പൊ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ കാര്യം പറയുന്നു. ഇയാള് ഗുസ്തിയുടെ ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പം ആ സമയത്താണ് എനിക്ക് സാക്ഷി മല്ലിക തുടങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് എന്താ പറയുക, ഗുസ്തി താരങ്ങൾ, സ്ത്രീകളായുള്ള ഗുസ്തി താരങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ ഇവർക്കെതിരായിട്ട് അല്ലെങ്കിൽ ഇവരെ ആക്രമിച്ചു എന്ന് പറയുന്ന രീതിയിൽ ഇവരോടെല്ലാം മോശമായി പെരുമാറി, ലൈംഗിക അതിക്രമം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി ഈ ബ്രിജ്ഭൂഷണെതിരെ ഉണ്ടായ സമയത്ത് ഇതിനകത്ത് ഇത് പിരിച്ചുവിടാനോ ഒന്നും ഒരു ശ്രമം നടത്തിയ ഒരാളൊന്നും അല്ല ഇവര്. എന്നിരുന്നാൽ തന്നെയും ഇവര് സമരം നടത്തി ജന്തർ മന്ദിറിൽ. ഈ സമരത്തില് ഈ പലരും വന്നിരുന്നു. ആ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി വന്നു. രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഒരു കുന്തം ചെയ്യാൻ പറ്റിയ ഒരു നേതാവൊന്നുമല്ല രാഹുൽ ഗാന്ധി. അവിടെ രാഹുൽ ഗാന്ധി വന്ന് ഈ സമരക്കാരെല്ലാം കണ്ടിട്ട് പോയി. ഇതിന്റെയൊക്കെ പ്രയോജനം ഇവരെന്തിനാണ് വന്നത്? രാഹുൽ ഗാന്ധി വന്നത് എന്തിനാ? ഈ പറയുന്ന ഇവരെല്ലാം ജാട്ട് വംശത്തിൽ പിറന്നവരായിരുന്നു. അതായത് ഹരിയാനയായിട്ട് ബേസ് ചെയ്തുകൊണ്ട് ജാട്ട് വംശത്തിൽപ്പെട്ടവരായിരുന്നു ഈ ഗുസ്തി താരങ്ങൾ അധികവും. അപ്പൊ രാഹുൽ ഗാന്ധി വന്നത് ഇത് ഹരിയാന തെരഞ്ഞെടുപ്പുമായിട്ട് ക്ലബ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഈ വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് അതില് എനിക്ക് തോന്നുന്നു 2 പേരെ അവിടെ ഒരാളെ മത്സരിപ്പിക്കുകയും ചെയ്തു. പുള്ളിക്കാരി അങ്ങ് ഇവിടെ പോയിട്ട് ഒളിമ്പിക്സിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ചെറിയ ഭാരത്തിന്റെ വ്യത്യാസത്തിൽ അവർക്ക് മത്സരിക്കാൻ കഴിയാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അവിടെ കൊണ്ട് മത്സരിപ്പിക്കാമെന്നുള്ള ഒരു തോന്നൽ ഇവർക്കുണ്ട്. ജാട്ട് വംശത്തെ കൂടുതൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ അവിടെയുള്ള ആൾക്കാർ, ഭൂപേന്ദ്ര മൂഡ ഉൾപ്പെടെയുള്ള ആൾക്കാർ അത് കൈവിട്ട് കളഞ്ഞുകയും അങ്ങനെ ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ചെയ്തു. അത് വേറൊരു കാര്യം. ആ ഒരു രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും ഇവരെ എന്താ പറയുക, ഇവരെ കൂടെ നിർത്തണം എന്നൊരു ശ്രമം ഈ കോൺഗ്രസ് പാർട്ടി നടത്തി. അല്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് ഇവരോടുള്ള സ്നേഹമോ താല്പര്യം കൊണ്ടൊന്നുമല്ല. ആദ്യം മനസ്സിലാക്കണം. കോൺഗ്രസ് പാർട്ടിക്ക് ഈ സ്ത്രീകളോട് അല്ലെങ്കിൽ ഈ വനിതാ ചാമ്പ്യൻ ഈ പറയുന്ന ഗുസ്തി താരങ്ങളോടൊക്കെ ഭേദ്യമായ സ്നേഹം കരകവിഞ്ഞൊഴുകിയിട്ടാണോ? അല്ല. തീർച്ചയായിട്ടും അത് തെരഞ്ഞെടുപ്പിനെ കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു. ഇപ്പൊ ഈ പറയുന്ന പോലെ ഇവിടെ വന്ന് അങ്ങനെ ഇവർക്കെതിരായി ഒരു നടപടി എടുക്കാൻ പോലും കഴിവില്ലാത്ത നരേന്ദ്രമോദിയെ പോലൊരു ഒരാൾക്ക് പ്രധാനമന്ത്രിയെ കാര്യമൊക്കെ ശരിയാണ്. ഞാൻ ഇവിടെ ഒരു സ്ത്രീകളെ നഗ്നരാക്കി കത്തിക്കുന്നു മണിപ്പൂരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് സ്ത്രീ സുരക്ഷയാണ് പ്രധാനമന്ത്രി നടപ്പിലാക്കിയിട്ടുള്ളത്? മണിപ്പൂര് അങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ എത്ര സ്ഥലങ്ങൾ കാണാൻ കഴിയുമെന്നേ. ഈ പറയുന്ന എത്ര കൊച്ചു കുട്ടികൾ പോലും പീഡിപ്പിക്കപ്പെടുന്ന കൊല്ലപ്പെടുന്ന ഒരു നാടായി കേരളം രാജ്യം മാറിയില്ലേ? അപ്പൊ അന്നേരമൊക്കെ എവിടെയാണ് പ്രധാനമന്ത്രി? അപ്പൊ പ്രധാനമന്ത്രി കേരളത്തിൽ മാത്രം എന്താണ് സ്ത്രീ സുരക്ഷയുടെ പ്രശ്നം ഉണ്ടായത്? ഒരുപക്ഷെ ഇനി കേരളത്തിലെ സ്ത്രീ സുരക്ഷയെ കുറിച്ചിട്ട് പ്രധാനമന്ത്രി ആശങ്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന്റെ വാർത്തകൾ ഒരുപക്ഷെ ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ചർച്ച ചെയ്തു. കാര്യം ഒരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധി MLA ഈ പറയുന്ന പോലെ സ്ത്രീ പീഡന കേസിൽ അകപ്പെട്ടു എന്ന് പറയുന്ന ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ മനസ്സിലായിട്ടുണ്ടാവും. കാര്യം പ്രധാനമന്ത്രിയല്ലേ, എന്തായാലും രാജ്യത്തിലെ ഏതൊരു സംസ്ഥാനത്തെയും വാർത്തകൾ പുള്ളി കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഫലമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, അതുകൊണ്ടാണ് സ്ത്രീ സുരക്ഷയെ കുറിച്ച് പാലക്കാട് എത്തിയപ്പം എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി സംസാരിച്ചത്. കാര്യം പാലക്കാട് ഒന്ന് കരുതിയിരിക്കുക, പാലക്കാട്ടെ ജനങ്ങൾ. കാര്യം ഇങ്ങനെയുള്ള പല ആളുകളും സ്ത്രീകളൊന്ന് കരുതിയിരിക്കുക. നിങ്ങൾക്ക് ഒരു സുരക്ഷയെ സംബന്ധിച്ച് ചെറിയ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ അകത്തായിട്ടില്ല. അപ്പൊ സ്ത്രീ സുരക്ഷയെ കുറിച്ച് എപ്പോഴും സംസാരിക്കാൻ പറ്റിയ സ്ഥലം പാലക്കാട് തന്നെയാണ്. അതിന് പറ്റിയത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമില്ല.
കേരളത്തിലെ സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തില് എന്ത് ധൈര്യത്തിന്റെ പുറത്ത് പറയും? അതാ ചോദിക്കുന്നത്, ഇത് ഇങ്ങനെ വിളിച്ചു പറയാൻ ഒരു മടിയില്ലേന്നാണ് അതെ, ഈ സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറയരുത്, സ്ത്രീകളുടെ സംരക്ഷണം, നമ്മൾ മിണ്ടാതിരിക്കുക. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ട മിനിമം മര്യാദയതേ ഉള്ളൂ, മൗനം പാലിക്കുക. കാരണം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയാനുള്ള എന്താണ് ഇപ്പം ഇത് പ്രശോഭ് ശ്രീ വത്സൻ, അവൻ ആരാ? അവൻ എന്താ അവന്റെ ചില ചിത്രങ്ങളൊക്കെ പുറത്തു വന്നേക്കുന്നത്, അത് ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണും. വൾഗർ എന്ന് പറയാൻ പറ്റില്ല, വൃത്തികെട്ട കുറെ ചിത്രങ്ങൾ ഇവന്റെ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നേക്കുന്നു. എന്നിട്ട് ഇവൻ ഈ പെണ്ണിന്റെ മുമ്പ് വെച്ച് ഷാഫി പറമ്പലിനെ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുത്തു എന്നാ പറയുന്നത്. ഷാഫി പറമ്പലിനെ കാണിച്ചു കൊടുത്തു, കണ്ട് എന്റെ അണ്ണനാണ്, എന്റെ ഇക്കയാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഷാഫി പറമ്പിലോട്ട് ഇവന്റെ ബന്ധവും ആലോചിച്ച് നോക്കി. ഈ രാഹുൽ മാങ്കൂട്ടുമായിട്ട് ബന്ധം, VK ശ്രീകണ്ഠൻ എന്ന് പറയുന്ന പിന്നെ MP ഉണ്ടല്ലോ, പുള്ളിയോടുള്ള ബന്ധം ആലോചിച്ച് നോക്കി. അപ്പൊ 2 MP അവന്റെ പോക്കറ്റിൽ കിടക്കുക. വടകരയിലെ MP-യും പാലക്കാടിന്റെ MP, 2 MP പോക്കറ്റിൽ കിടക്കുകയാണെന്നേ. ഈ 2 MP കാണിച്ചുകൊണ്ടാണ് ഇവൻ ഈ പെണ്ണുങ്ങളെ എല്ലാം വളയ്ക്കുന്നത്. ഇതിപ്പോ ഉയർന്നു വന്ന ഒരു പരാതി ഒന്നാണെന്ന് വേണേൽ പറയാം. എന്താ അവിടെ ഫാഷൻ ഡിസൈനിങ്ങിന് എന്തോ പഠിക്കാൻ വന്ന പാലക്കാട് എത്തിയ ഒരു പെൺകുട്ടിയാണ്, അത് SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയാ. ഈ കുട്ടി പഠിക്കാൻ വന്ന സമയത്താണ് ഇവനായിട്ട് പരിചയപ്പെടുന്നതും ഈ പറയുന്ന ഒരു ബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ പ്രശോഭനെ പോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ ഒരു സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ നിരാലംബരെ അല്ല ഇവൻ ചൂണ്ടയിട്ട്, അതായത് നിരാലംബരം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഈ പിന്നെ എന്താ പറയാ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവരൊന്നും അല്ല. ഇവൻ കൃത്യമായി എയിം ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കണ്ണിങ് ആയിട്ട് എന്താ പറയാ ഒരു പിന്നെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ്. ഇവന് അബദ്ധം പറ്റിയതാ ഈ പ്രശോഭന്. പിന്നെ തന്നെ ഈ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ട് പഠിച്ചതാ. അറ്റ്ലീസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിലോട്ട് ഫോണിലെങ്കിലും വിളിച്ച് വിശേഷം ചോദിച്ചാൽ, സാറേ എങ്ങനെ ഞാൻ ഇന്ന് ട്രാക്ക് ചെയ്യണ്ടേ എന്നൊക്കെ കാര്യങ്ങളൊക്കെ വിളിച്ച പ്രശ്നം അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൻ ഇപ്പോഴും പിടിക്കപ്പെടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ രീതിയിലൊക്കെ ട്രാക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നു. അപ്പം കാര്യം എന്താ പറയാ ഉഭയകക്ഷി സമ്മതപ്രകാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ ടേംസ് ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ കൊണ്ട് അവൻ രക്ഷപ്പെട്ടു പോകാമായിരുന്നു ഈ പ്രശോഭന്. പിന്നെ ഈ MP-മാരുമായിട്ടുള്ള പരിചയം, ഉടനെ ഈ പെണ്ണിന്റെ അടുക്ക പോകുന്നുണ്ട് വീഡിയോ കോൾ ചെയ്യുക, അതൊക്കെ വെറും തറ നമ്പറുകളാണ്. ആ പെണ്ണിനെ വിശ്വസിപ്പിക്കുക എന്നുവെച്ചാൽ ആ പെണ്ണിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്രേ ഉള്ളൂ. നീ എന്നെ കൊടുക്കാൻ ശ്രമിക്കണ്ട, കാര്യം എനിക്ക് നിന്നേക്കാൾ അപ്പുറത്തേക്ക് വലിയ തമ്പുരാക്കന്മാരോട്ട് എനിക്ക് പിടിയുണ്ട്, നീ അതിൻ്റെ ഇടയ്ക്ക് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ പണി മേടിക്കുന്നത് നീ ആയിരിക്കും. ഇത് പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇവന്റെ ലക്ഷ്യം. എന്ന് വെച്ചാൽ പാലക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രധാനമന്ത്രിക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അത് തന്നെയാണ്. കാര്യം ഒരു MLA-യും ഒരു കൗൺസിലറും പീഡനവീരന്മാരായിട്ടുള്ള ഒരു സ്ഥലം പാലക്കാട് തന്നെയാണ്. സോ അവിടെ നിന്നുകൊണ്ട് സ്ത്രീ സുരക്ഷയെ പറ്റി സംസാരിക്കാം. പക്ഷേ സംസാരിച്ച ആള് മോശമായി പോയി എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവിടെ സംസാരിക്കാൻ യോഗ്യതയില്ല. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ, ഇതിനു മുമ്പ് നമ്മുടെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നിരവധിയായി ഉള്ള സാഹചര്യത്തിൽ പ്രധാനമന്ത്രിക്ക് അതിനുള്ള യോഗ്യതയില്ല സംസാരിക്കാൻ. പിന്നെ പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ഏറ്റവും വലിയ പ്രെഡേറ്ററായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തീരെ അവകാശമില്ല. അതൊരു പക്ഷെ എങ്ങനെയെങ്കിലും ഈ 10 വാചകം അടിച്ചു വെച്ചുകൊണ്ട് ഇനിയിപ്പം തൻ്റെ കൂട്ടുകാരനോട് പെട്ടില്ലേ പ്രശോഭയുടെ. അപ്പം ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്. അപ്പോൾ ഒരിക്കലും പറയാൻ പറ്റിയ ആളല്ല പ്രധാനമന്ത്രി എന്നുള്ളതും, ആ പ്രധാനമന്ത്രിയെ തിരുത്താൻ പറ്റിയ ആളല്ല രാഹുൽ മാങ്കൂട്ടം. എന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിൽ ഒരു കാരണവശാൽ ഇതിന് ഈ സ്ത്രീ സുരക്ഷയെ പറ്റി സംസാരിക്കാൻ ഒട്ടും യോഗ്യരല്ലാത്ത 2 പേരാണ് ഇവർ രണ്ടുപേരും, നരേന്ദ്രമോദിയും രാഹുൽ മാങ്കൂട്ടും എന്ന് മാത്രമാണ്.